Hello everyone, welcome to CS Learning Hub. അപ്പോൾ നമ്മൾ ഹീപ്പ് ട്രീനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഹീപ്പ് ട്രീ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാക്സ് ഹീപ്പ് എന്താണ്, മിൻ ഹീപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഒരു ഹീപ്പ് ട്രീ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഹീപ്പ് ട്രീ മസ്റ്റ് ബി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്നുള്ളത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ അത് റെഫർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹീപ്പ് ട്രീ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടാണ്. ഹീപ്പ് ട്രീ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടൈം കോംപ്ലക്സിറ്റി, അതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്, അത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സാണ് ഹീപ്പ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് ഇൻസേർട്ട് കീ 1 by 1 ഇൻ എ ഗിവൺ ഓർഡർ എന്ന് വെച്ചാൽ നമുക്കൊരു സം കീ എലമെൻറ്റ്സ് നമുക്കൊരു ഓർഡറിൽ തന്നിട്ടുണ്ടായിരിക്കും. ആ ഓർഡറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഹീപ്പ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് n log n. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ഹീപ്പിഫൈ മെത്തേഡ്. ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഹീപ്പിഫൈ മെത്തേഡിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ദി ഫസ്റ്റ് മെത്തേഡ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. ഇന്ന് നമുക്ക് ഫസ്റ്റ് മെത്തേഡ്, ഒരു ഓർഡർ തന്നിട്ട് ഓർഡറിൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് ഹീപ്പ് ട്രീ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കിയാൽ സം എലമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, സം കീ എലമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അത് വെച്ചിട്ട് ട്രീ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ മാക്സ് ഹീപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സ് ഹീപ്പിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന, പാരൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദി ചൈൽഡ് വാല്യൂ. എപ്പോഴും പാരൻറ്റിൻ്റെ വാല്യൂ മാക്സിമം എലമെൻ്റ് ആയിരിക്കും. ചൈൽഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാരൻറ്റിൻ്റെ വാല്യൂ മാക്സിമം എലമെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ 14 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് 14. ജസ്റ്റ് നമ്മൾ 14 നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു അൽഗോരിതം അനാലിസിസ് നിങ്ങൾക്ക് കാണാം. ടു ഇൻസേർട്ട് എ കീ ഇൻ ടു എംപ്റ്റി ഹീപ്പ് ടേക്സ് ഓർഡർ ഓഫ് 1 ടൈം. നമ്മൾ ഒരു എംപ്റ്റി ഹീപ്പിലേക്ക് നമ്മളൊരു കീനെ നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ടൈം ആണ്. ജസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഓർഡർ ഓഫ് 1 ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് 24 ആണ്. അപ്പോൾ നമ്മൾ ഓർഡറിൻ്റെ ബേസിൽ നമ്മൾ 24 നമ്മൾ ആഡ് ചെയ്തു. പക്ഷേ ഇതിനെ നമുക്ക് മാക്സ് ഹീപ്പ് എന്ന് പറയാനായിട്ട് പറ്റുമോ? മാക്സ് ഹീപ്പിൻ്റെ റൂൾ എന്താണ്, മാക്സ് ഹീപ്പിൽ പാരൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചൈൽഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 14 ആണ്. 14 ഈസ് ലെസ് ദാൻ 24. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർചേഞ്ച് ചെയ്യും. ഓക്കെ, 24നെ 14ൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരും, 14നെ നമ്മൾ 24ൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എങ്ങനെ വരും, 24 then 14 വരും. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് 12 ആണ്. 12 നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീപ്പ് ട്രീ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീയിൽ നമ്മൾ നോട്ട്സിനെ ഫില്ല് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലായിരിക്കും. അതുപോലെ തന്നെ ഓരോ ലെവലും കംപ്ലീറ്റ് ആയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലേ. 12 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ടൈമും നമ്മൾ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പാരൻറ്റിനോടായിട്ട് കമ്പയർ ചെയ്യും. ചൈൽഡിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആണ് പാരൻറ്റിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മളത് സ്വാപ്പിങ് ചെയ്യണമല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും, 24ഉം 12ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇഷ്യൂ ഒന്നുമില്ല, കാരണം മാക്സിമം എലമെൻറ്റ് തന്നെയാണ് പാരൻറ്റിനോടായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിംപ്ലി ഇൻസേർട്ട് ചെയ്താൽ മതി. അത്രയും അതിനുള്ള ടൈം ഓർഡർ ഓഫ് 1 ടൈം മതി ഇവിടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് 11 ആണ്. അപ്പോൾ 11 നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. ലെഫ്റ്റിൽ നിന്നാണ് എപ്പോഴും ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കിയേ 25 ആണ്. അപ്പോൾ നമ്മളിവിടെ 25നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. 25നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാരൻറ്റിനോടായിട്ട് കമ്പയർ ചെയ്യണം. ഓരോ കീ എലമെൻറ്റും നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പാരൻറ്റിനോടായിട്ട് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ 11 14 കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ 25 14 കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ മാക്സ് ഹീപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മാക്സ് ഹീപ്പായിരുന്നു അത് അല്ലേ. അപ്പോൾ മാക്സ് ഹീപ്പിൽ 24 14 കമ്പയർ ചെയ്യുമ്പോൾ ലെസ്സർ ആണ്. അതുകൊണ്ട് നമ്മൾ 25ന് പാരൻറ്റിനോടായിട്ട് വരണം അല്ലേ. അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് 14ൻ്റെ പ്ലേസിൽ നമ്മൾ 14ൻ്റെ പ്ലേസിൽ നമ്മൾ 25നെ ഇട്ടു. അതുപോലെ 25ൻ്റെ പ്ലേസിൽ നമ്മൾ 14നെയും നമ്മൾ കൊണ്ടുവന്നേക്കാണ്. ഓക്കെ,
നമ്മൾ അഗെയിൻ എന്ത് ചെയ്യണം, 25നെ 25ന്റെ പാരന്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 25നെ പിന്നെ വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 25നെ നമ്മൾ അതിന്റെ പാരന്റ് ആയിട്ട് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 25 24 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഗെയിൻ സ്വാപ്പിംഗ് വരും അല്ലേ. അപ്പോൾ 24 ഇങ്ങോട്ട് പോവും, 25 ഇങ്ങോട്ട് പോവും, 24 ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വാല്യൂ, ഇവിടെ 25, ഇവിടെ 24 ആയിരിക്കും. ദെൻ പാരന്റ് നോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 25 ആയി. അഗെയിൻ ഇന്റർചേഞ്ച് ആണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഏതാണ്, 8 ആണ്. 8ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് 8നെ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്യൂ ഒന്നുമില്ല. ഇനി 35 ആണ് വരുന്നത്. നെക്സ്റ്റ് 35 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. 35 ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് 12 ആയിട്ട്. 35 ഈസ് ഗ്രേറ്റർ ദാൻ 12. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യുമ്പോൾ 35ന്റെ വാല്യൂ ഇങ്ങോട്ട് വരും, 12 മാറിയിട്ട് 12 ഇങ്ങോട്ട് വരും അല്ലേ. ദെൻ ഈ 35നെ നമ്മൾ 25 ആയിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, 35 ഈസ് ഗ്രേറ്റർ ദാൻ 25. അപ്പോൾ ഇത് മാക്സ് ഹീപ്പ് ആയതുകൊണ്ട് നമ്മൾ 35നെ മേലോട്ട് കൊണ്ടുപോകണം അല്ലേ. അതുപോലെ തന്നെ 25നെ നമ്മൾ താഴോട്ട് കൊണ്ടുവരണം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ട്രീ എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും വരാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, മാക്സ് ഹീപ്പിൽ മാക്സിമം എലമെന്റ് പാരന്റ് എലമെന്റ് 35 ആണ്. പിന്നെ 24 25 11 14 8 12 കണ്ടോ, ഇങ്ങനെയാണ് മാക്സ് ഹീപ്പിൽ ട്രീ വരാം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു n log n ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ വേഴ്സ്റ്റ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീപ്പ് ട്രീ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീയിലെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്, ഒരു ട്രീയുടെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് log n ആണ്. അപ്പോൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത ഒരു ഹീപ്പിലേക്ക് നമ്മൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വേഴ്സ്റ്റ് കേസിൽ log n ടൈമും പ്ലസ് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ സ്വാപ്പിങ് ചെയ്യാനുള്ള ഒരു ടൈമുണ്ട്. ഇപ്പോൾ സപ്പോസ് അപ്പോൾ നമ്മൾ 45 ആണ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, 45ന് നമ്മൾ ആഡ് ചെയ്താൽ 45 11 ആയിട്ട് കമ്പയർ ചെയ്യും, ഇൻ്റർചേഞ്ച് ചെയ്യും. പിന്നെ എഗെയിൻ ഇപ്പോൾ 45 ഇങ്ങോട്ട് വരും. പിന്നെ എഗെയിൻ 45 24 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഗെയിൻ നമ്മൾ സ്വാപ്പിങ് ചെയ്യണം. എഗെയിൻ നമ്മൾ 35 ആയിട്ട് കമ്പയർ ചെയ്യും 45നെ, ദെൻ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ലാസ്റ്റ് 45 ഇങ്ങോട്ട് എത്തുന്ന വരെ നമ്മൾ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള ടൈം കമ്പാരിസൺ ചെയ്യാനുള്ള വേഴ്സ്റ്റ് കേസ് സെയിം ആണ്. ഇപ്പോൾ ഇതൊരു വേഴ്സ്റ്റ് കേസ് ആണ് ഇവിടെ പറഞ്ഞത്. ആ ടൈം എന്ന് പറയുന്നത് log n ആണ്. അപ്പോൾ ടോട്ടൽ log n പ്ലസ് log n ആണ് n log n ടൈം നമുക്ക് വരുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log n ടൈം ആണ് പറയുന്നത്. അപ്പോൾ ഒരു ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹീപ്പിലേക്ക് നമ്മൾ എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വേഴ്സ്റ്റ് കേസ് കമ്പാരിസണിൽ log n കമ്പാരിസണും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ log n കമ്പാരിസൺ ഉണ്ടായിരിക്കും, log n സ്വാപ്പിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് n log n ടൈം നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മളൊരു എംപ്റ്റി ഹീപ്പിലേക്കാണ് എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് 1 ടൈം നമുക്ക് മതി. ഓക്കെ.